എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അഭിയും ജലജയും തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. ജലജ പറയുന്നുണ്ട്, നീ എല്ലാം മറച്ചു വെക്കുവാണ്, നിൻ്റെ അച്ഛനുമായിട്ട് നിനക്ക് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് അയാൾ പല രീതിയിൽ നിന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതിനിപ്പോൾ എന്താ വേണ്ടത്? ഏതായാലും അമ്മ പറയുന്ന പോലെ ഞാൻ ആ മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളുടെ പേരിലാണ് അമ്മ ഈ കിടന്ന് ബഹളമൊക്കെ വെക്കുന്നത് എന്നൊക്കെ പറയുന്നു. അന്നേരവും ജലജ പറയുന്നുണ്ട്, ഇനി ഇതിനപ്പുറം നീയും അയാളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തീരും ഞാനും നീയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുക. അന്നേരം അഭി മനസ്സിലോർക്കുന്നുണ്ട്, ഓ അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഞാൻ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടോളാം എന്ന്. അന്നേരം എന്തൊക്കെയോ ഇങ്ങനെ പിറുപിറുന്ന് പറയുന്ന കേട്ടുണ്ട്. നീ എന്നാടാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. എന്നിട്ട് അഭി ചോദിക്കുന്നുണ്ട്, അമ്മ എന്നെ പേടിപ്പിക്കാൻ വരുന്നുണ്ടല്ലോ, നവ്യ അവൾ അവിടെ മോഡലായിട്ട് പോകുന്നുണ്ട്, അവളെ തടയാൻ അമ്മയ്ക്ക് പറ്റുമോ? ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം ജലജ പറയുന്നുണ്ട്, അവളെ തടയേണ്ടത് ഞാനല്ല നീയാണ്, അവളിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ കഴിവുകേട് കൊണ്ടാണ് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അവളെ തടയാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയല്ല, അവൾ പോകുവാണെങ്കിൽ പോകും, ഏതായാലും ഞാൻ ആ ജ്വല്ലറി പോകുന്നത് ജോലി ചെയ്യാനാണ്, എനിക്ക് അമ്മ ഈ പറയുന്ന ആളുമായിട്ട് യാതൊരു ബന്ധവും ഇതുവരെ ഇല്ല എന്നൊക്കെ പറയുമ്പം അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോവേ. ദേഷ്യം വരുന്നുണ്ട് അഭിക്ക്. പിന്നെ ജലജയുടെ ഈ വെപ്രാളം കാണുമ്പോൾ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ജലജയാണെങ്കിലും റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഈശ്വര എൻ്റെ മക്കളെയല്ല അയാൾ തട്ടിയെടുക്കുമോ, അങ്ങനെയുള്ള സാഹചര്യമൊക്കെയാണ് ഉണ്ടായി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുക. പിന്നെ കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശിൻ്റെ കാല് പിടിച്ച് അനി പറഞ്ഞു എന്ന്, ഈ വിവാഹ നിശ്ചയം നടത്തരുത്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന്. അത് കേട്ടപ്പോൾ അവന് ചെറിയൊരു സങ്കടം. അത് നയനയോട് പറയുമ്പോൾ നയന പറയുവാണ്, അതെങ്ങനെയാണ് ശരിയാകുന്നത്, ഇനി ഈ കല്യാണ നിശ്ചയം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കല്യാണ നിശ്ചയം നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവന്തികയ്ക്ക് വിഷമമാകില്ലേ എന്ന്. അന്നേരം ഇത്രയും കാല് പിടിച്ച് ഓരോരുത്തരോട് പറയുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന അനിക്ക് അവിടെ പ്രാധാന്യമില്ല, അവന്തികയ്ക്കാണ് പ്രാധാന്യം, ഇനി അവന്തിക വിഷമിക്കാൻ പാടില്ല എന്ന് നയന പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും അവൻ്റെ ആ വിഷമം കാണുമ്പോൾ എനിക്ക് സങ്കടം വരുവാണ്, ഇങ്ങനെ തന്നെയായിരുന്നു അനാമികയുടെ വിവാഹത്തിന് മുമ്പും, പിന്നെ അവൻ്റെ ഇഷ്ടം അവൻ എന്നോട് പറയാൻ താമസിച്ചു, അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, ഇപ്പോഴും അതേ അവസ്ഥയിലൂടെയാണ് അവൻ കടന്നു പോകുന്നത് എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട്, അനിയുടെ ആ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അനിയുടെ മനസ്സിൽ എൻ്റെ നന്ദു അല്ലാതെ വേറെ ആരാണെങ്കിലും അവൻ്റെ ആ വിവാഹം നടത്തി കൊടുക്കാൻ ഞാൻ കൂടെ നിന്നേനെ, നമുക്ക് കൂടെ നിൽക്കാമായിരുന്നു, ഇതിപ്പം നമ്മൾ എങ്ങനെയായി ഈ വിവാഹ നിശ്ചയം മുടക്കുന്നത്, അതൊരിക്കലും സാധിക്കത്തില്ല, എങ്ങനെയെങ്കിലും ഈ വിവാഹ നിശ്ചയം നടക്കണേ എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും പോലും ആഗ്രഹിക്കുന്നത്, ഈ വിവാഹ നിശ്ചയം നടന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അവരായിരിക്കും, പിന്നെ വലിയൊരു തലവേദന മാറിക്കിട്ടും എന്നാണ് അവർ പറയുന്നത്, അതുകൊണ്ട് നമുക്കിനി ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, മുത്തശ്ശൻ തീരുമാനിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് നയന പറയുന്നു. അന്നേരം ആദർശനാകെ വിഷമാണ് അബിയുടെ കാര്യവും അനിയുടെ കാര്യം ഓർക്കുമ്പോൾ. ഈ സമയം നന്ദുവിനും ആകെ വിഷമാണ്, നന്ദുവിന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഇങ്ങനെ ആകെ വിഷമിച്ച് കിടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കനക വരുന്നത്. കല്യാണ നിശ്ചയത്തിന് ഉടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത സാരിയും കൊണ്ടാട്ടോ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ചോദിക്കും, മോളെ ഇത് ഞാൻ ഇട്ടാൽ മതിയോ എന്ന്. അത് നന്ദുവിന് ശമ്പളം കിട്ടിയപ്പോൾ, ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ നന്ദു മേടിച്ചു കൊടുത്ത സാരിയാണ്. അന്നേരം ഇതിട്ടാൽ പോരെ നാളെ ഞാൻ എന്ന് ചോദിക്കുമ്പം നന്ദു ചോദിക്കും, ആ സാരി അമ്മയ്ക്ക് ചേരും, പക്ഷേ നയനേച്ചിയും അത് ആദർശേട്ടനൊക്കെ മേടിച്ചു തന്ന വില കൂടിയ ഒരുപാട് സാരികളില്ലേ, അതേതെങ്കിലും എടുത്താൽ പോരെയെന്ന് ചോദിക്കുമ്പം ആ സാരികളൊന്നും എനിക്ക് വേണ്ട, എൻ്റെ നന്ദൂട്ടൻ എടുത്തു തന്ന സാരി മതി, അതുപോലെ അച്ഛനും മോൾ എടുത്തു കൊടുത്ത ഷർട്ടും മുണ്ടുമാണ് ഉടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പം നന്ദുവിനാകെ വിഷമമാണ്. അന്നേരം കനക ചോദിക്കും, നിനക്ക് എന്താ ഒരു ബുദ്ധിമുട്ട്, എന്താണോ ഒരു വിഷമം എന്ന് ചോദിക്കുമ്പം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, അവൻ്റെ വിവാഹ നിശ്ചയം നടക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേരെ, അച്ഛൻ നിന്നെ ചോദ്യം ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, പലപ്പോഴും നിന്നെയും അനിയും പുറത്ത് വെച്ച് ഒരുമിച്ച് കണ്ടു എന്ന് പലരും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും അച്ഛൻ നിന്നോട് ചോദിക്കാത്തത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ അനിയെ പുറത്ത് വെച്ച് കാണാറൊന്നുമില്ല, ഞങ്ങളെ കണ്ടു എന്ന് പറഞ്ഞ ആളുടെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പം കാണും എന്ന്. അന്നേരം കനക പറയും, അങ്ങനെ എല്ലാവരുടെയും കണ്ണിന് കുഴപ്പം കാണുമോ, അതെന്തെങ്കിലും ആകട്ടെ, നാളെ അനിയുടെ നിശ്ചയം കഴിയുന്നതോടുകൂടി ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ എന്ന് പറയുമ്പം നന്ദുവും പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ സംശയം അതോടുകൂടി തീരുമല്ലോ, പിന്നെ എനിക്ക് മനസ്സമാധാനമായിട്ട് ഇതിലെങ്കിലും നടക്കാമല്ലോ എന്ന്. അന്നേരം കനക പറയും, അങ്ങനെ നടക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല,
നടക്കില്ല. ഞാൻ കുറേ പേരോട് പറഞ്ഞിട്ടുണ്ട് നല്ല ആലോചന ഉണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന്. നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിൻ്റെ വിവാഹം ഞങ്ങൾ നടത്തി വിടും എന്ന് പറയുമ്പം എനിക്കിത്തിരി സമാധാനം താ അമ്മേ എന്ന് പറയും. എന്നിട്ട് കനക ചോദിക്കും, മോളെ നാളെ ചെന്ന് കഴിയുമ്പം ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ, നിനക്ക് ആ വിവാഹ നിശ്ചയത്തിൻ്റെ ഫോട്ടോയൊക്കെ കാണണ്ടേ എന്ന് ചോദിക്കുമ്പം നന്ദ പറയും, എനിക്കങ്ങനെ ആരുടെയും വിവാഹ നിശ്ചയത്തിൻ്റെ ഫോട്ടോ ഒന്നും കാണണ്ട, എനിക്ക് താല്പര്യമില്ല, എടുത്തുകൊണ്ട് വരികയും വേണ്ട എന്ന് പറയും. ഏതായാലും കുറച്ച് നേരം സംസാരിച്ചിട്ട് കനക അവിടെ നിന്ന് പോരുവാണ്. അന്നേരം കിടക്കാൻ വേണ്ടി വാതിലൊക്കെ അടച്ചിട്ട് കയറി വരുമായിരുന്നു ഗോവിന്ദൻ. അന്നേരം ഗോവിന്ദൻ ചോദിക്കും, എന്താ പറഞ്ഞത്, ഈ സാരി തന്നെ ഉടുത്താൽ മതി എന്ന് അവൾ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം, ഓ ആദർശം നയനയൊക്കെ ഒരുപാട് വില കൂടിയ ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ടില്ലേ, അത് ഉടുക്കാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചു. ഏതായാലും മോൾ എൻ്റെ കൂടെ വരുന്നില്ല, അവൾ മേടിച്ചെന്ന സാരിയെങ്കിലും ഞാൻ ഉടുത്തുകൊണ്ട് പോകാം എന്ന് വിചാരിച്ചു എന്ന് പറയുമ്പം അത് തന്നെയായിരുന്നു എൻ്റെയും മനസ്സിൽ. പിന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മോളെയും കൂടെ കൊണ്ടുപോകാമല്ലോ, ഈ ടെൻഷൻ അങ്ങ് മാറി കിട്ടുമല്ലോ എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. അന്നേരം കനക പറയുക, എന്തൊക്കെ പറഞ്ഞാലും മോൾക്ക് നല്ല വിഷമമുണ്ട് ഗോവിന്ദേട്ടാ, ഞാൻ ചെന്നപ്പം അവളിങ്ങനെ ഓരോന്ന് ഓർത്തിങ്ങനെ വിഷമിച്ച് കിടക്കുമായിരുന്നു എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, ആ വിഷമമൊക്കെ പയ്യെ അങ്ങ് മാറിക്കോളും, ഇനി ഒരിക്കലും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കില്ല എന്ന് നമുക്കറിയാലോ, പിന്നെ എന്തിനാ അവളിങ്ങനെ വിഷമിക്കുന്നത്, അതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം കനക പറയുവാണ്, ഇന്നാൾ നമുക്ക് നല്ലൊരു ആലോചന വന്നില്ലായിരുന്നോ, ആ പയ്യൻ്റെ ജാതകമായിട്ട് ഞാൻ ജോത്സ്യൻ്റെ അടുത്ത് പോയി. അന്നേരം ജോത്സ്യൻ എന്നോട് ചോദിക്കുക, ഇതൊക്കെ എന്തിനാ നോക്കുന്നത്, ആ കുട്ടിയുടെ മനസ്സിലൊരു പുരുഷനുണ്ട്, ആ ആളുമായിട്ടുള്ള വിവാഹം മാത്രമേ നടക്കുകയുള്ളൂ എന്ന്. അന്നേരം ഞാൻ അങ്ങേരോട് പറഞ്ഞു, ഈ പറഞ്ഞ അനിക്ക് വിവാഹ നിശ്ചയമാണ് അടുത്ത ആഴ്ച എന്ന്. അന്നേരം അങ്ങേര് പറയുവാണ്, അങ്ങനെ പലതും നടക്കും, പക്ഷെ ഒന്നിക്കുന്നത് നന്ദുവും അനിയായിരിക്കും എന്ന്. അയാൾ വീണ്ടും വീണ്ടും അങ്ങനെ പറയുമ്പോൾ എനിക്ക് ആകെ വിഷമമാകുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പം എനിക്ക് തോന്നുക, ഇനി അനി നാളെ ഈ വിവാഹ നിശ്ചയം നടക്കാതിരിക്കാൻ വേണ്ടി എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുമോ എന്നൊക്കെ എൻ്റെ മനസ്സിലോട്ട് വരുന്നുണ്ട് എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ആ കുടുംബത്തിലുള്ള എല്ലാ ആണുങ്ങൾക്കും അവിടുത്തെ കാർന്നവരെ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് തന്നെ ആ മുത്തച്ഛൻ തീരുമാനിക്കുന്ന കാര്യങ്ങളെ അവിടെ നടക്കുകയുള്ളൂ, ഇനിയിപ്പം നമ്മൾ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് പോയി കിടക്കാം എന്ന് പറഞ്ഞാൽ അവർ കിടന്ന് ഉറങ്ങാനായിട്ട് പോകുന്നു. ഈ സമയം അനന്തപുരിയിൽ അനിക്കും ഉറക്കമൊന്നും വരുന്നില്ല, ആകെ ടെൻഷനിലാണ്. അങ്ങനെ ഉറങ്ങാതെ ബാൽക്കണിയിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണ്. അന്നേരമാണ് അങ്ങോട്ടേക്ക് അവന്തിക വരുന്നത്. എന്നിട്ട് അനിയേട്ട ഇതെന്താ കിടന്ന് ഉറങ്ങാത്തത് എന്ന് ചോദിക്കുമ്പം, അത് ചോദിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം അതെന്താ അനിയേട്ടന് ഇത്ര ദേഷ്യം, ഇതുവരെ എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയില്ലേ, നാളെ ഒരു ചടങ്ങ് ഇവിടെ നടക്കാൻ പോവില്ലേ, നമ്മുടെ വിവാഹ നിശ്ചയം എന്ന് പറയുമ്പം, ഓ എന്നാ ചടങ്ങ്, ഓരോ കോമാളിത്തരങ്ങൾ ഓരോരുത്തർ കാണിച്ചു വെക്കുന്നു എന്ന് പറയുമ്പോൾ, ഓ അപ്പോൾ ഈ വിവാഹ നിശ്ചയം നടത്തുന്നവരൊക്കെ കോമാളികളാണ് എന്നാണോ അനിയേട്ടൻ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം അനി, ഇനിയിപ്പോൾ ഓടിപ്പോയി മുത്തശ്ശനോട് പറ ഞാൻ അവരെ കോമാളി എന്ന് വിളിച്ചു എന്ന്, അങ്ങനെ അങ്ങ് ചെയ്യേ എന്ന് പറയും. അന്നേരം അവന്തിക പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല, ഏതായാലും ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സ്വത്താണ് നാളെ എൻ്റേതാകാൻ പോകുന്നത്, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ എന്ന് പറയുമ്പം അനി ചോദിക്കുന്നുണ്ട്, നീ ഇവിടുന്ന് അയർലൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് നീ എന്തായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അവിടുന്ന് പഠനമൊക്കെ കഴിഞ്ഞ് നല്ല സ്വഭാവത്തോടെയാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്ന് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി നീ കാണിക്കുന്ന പ്രകടനം ശരിക്കും നിൻ്റെ ബുദ്ധിയാണോ അതോ നിൻ്റെ കൂടെയുള്ളവരുടെ ബുദ്ധിയാണോ എന്ന് ചോദിക്കും. അന്നേരത്തേക്ക് അവന്തിക, ഇതെന്താ അനിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ, എൻ്റെ സ്നേഹം അനിയേട്ടനെ തിരിച്ചറിയാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, ഏതായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ, എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എന്തായാലും നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറയും. എന്നാൽ ശരി അനിയേട്ട എന്നൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് അവന്തിക അങ്ങ് പോകുന്നുണ്ട്. നല്ല ദേഷ്യത്തിലാണ് അനിയെ. അവിടുന്ന് പോകുന്ന അവന്തിക നേരെ പോകുന്നത് അഭിയുടെ അടുത്തോട്ടാണ്. ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ചെല്ലുമ്പം അഭി ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ മുഖത്ത് ഇത്ര സന്തോഷമെന്ന്. അന്നേരം സന്തോഷം എന്താണ് എന്ന് അഭിയേട്ടൻ അറിയത്തില്ലേ, പിന്നെ എന്നെ കെട്ടാൻ പോകുന്നതിൻ്റെ മുഖം ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം, അതൊന്നും നീ കാര്യമാക്കണ്ട, പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു ചോദിച്ചോട്ടെ, നിനക്ക് അവനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അവന്തിക പറയുവാണ്, അവൻ എന്നോട് സ്നേഹമില്ല, പിന്നെ ഞാൻ എന്തിനാ അവനെ സ്നേഹിക്കുന്നേ എന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെയായിരുന്നു അനാമികയും, ഇങ്ങോട്ട് അവൾ വന്നത് വേറെ പലതും മനസ്സിൽ കരുതിക്കൊണ്ടാണ്, അതുപോലെ ആകരുത് നീ അവനെ സ്നേഹിക്കണം, നിങ്ങൾക്ക് ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ നിന്ന് നന്ദു എന്നേക്കുമായി മാറും, അവൻ പിന്നെ നന്ദുവിൻ്റെ പുറകെ പോകുകയില്ല, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ആ രീതിയിൽ നീ കാര്യങ്ങളൊക്കെ ചെയ്തോണം, പിന്നീട്
നീ നന്നായിട്ട് പഠനമൊക്കെ കഴിഞ്ഞ് വന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് കൊച്ചുമക്കളെയൊക്കെ ജ്വല്ലറിയുടെ തലപ്പത്തേക്ക് മുത്തശ്ശൻ എത്തിച്ചെന്നിരിക്കും. ഇപ്പം തന്നെ ആദർശിൻ്റെ ഒപ്പം അവിടെ നല്ലൊരു ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നയന. അതുപോലെ ഇപ്പം കമ്പനിയുടെ പകുതി കാര്യങ്ങൾ നോക്കുന്ന അനിയുടെ കൂടെ നിന്നെയും മുത്തശ്ശൻ ആ കമ്പനിയിലേക്ക് എടുക്കും. അവിടെ നീ ഇടിച്ച് കയറിക്കോണം എന്നൊക്കെ പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ ചെയ്തോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന്. അന്നേരം അഭി ഭയങ്കരമായിട്ട് അവളെ എൻകറേജ് ചെയ്യുന്നു, ആ രീതിയിൽ നിന്നോണം എന്നൊക്കെ പറയുന്നു. അഭിയുടെ മനസ്സിലും മറ്റൊരു ഉദ്ദേശമുണ്ട്. കാരണം അവന്തികയെ ഈ ജ്വല്ലറിയുടെ തലപ്പത്ത് പിടിച്ചു നിർത്തുവാണെങ്കിൽ AN ജ്വല്ലറി അവന് സ്വന്തമായിട്ട് കിട്ടുമല്ലോ, അതാണ് അഭിയുടെ മനസ്സിൽ. എന്നിട്ട് അഭി പറയുന്നുണ്ട്, അച്ഛനാണ് AN ജ്വല്ലറിയുടെ തലപ്പത്ത് എന്നറിഞ്ഞതോടുകൂടി അമ്മയ്ക്ക് ആകെപ്പാടെ ഭ്രാന്തിളകി നിൽക്കുവാണ്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട് എന്ന് പറയും. അന്നേരം അവന്തിക പറയുന്നുണ്ട്, ഞാനും അങ്ങനെ ചിന്തിച്ചു, അമ്മ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നല്ലേ അച്ഛൻ പറഞ്ഞത്, അതൊക്കെ നമ്മൾ അറിഞ്ഞാലോ എന്ന് അമ്മയ്ക്ക് പേടിയുണ്ട് എന്ന് അവന്തിക പറയുമ്പം അഭി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ അച്ഛൻ്റെ കൂടെ നിൽക്കണം. കാരണം AN ജ്വല്ലറിയുടെ A എന്നത് നമ്മളുടെ പേരിൻ്റെ ആദ്യ ലെറ്റർ ആയതുകൊണ്ടാണ് അച്ഛൻ ചൂസ് ചെയ്തത്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാലോ അച്ഛന് നമ്മളോടുള്ള സ്നേഹം. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോകട്ടെ, വിവാഹ നിശ്ചയവും വിവാഹവും ഒക്കെ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തികേനെയും പറഞ്ഞു വിടുന്നു. ഭയങ്കര സന്തോഷത്തിലാണ് അഭിയും. അതിനുശേഷം അഭി റൂമിലേക്ക് വരുവാട്ടോ. അന്നേരം നവ്യ എവിടെയുണ്ട്, നവ്യ കയ്യിൽ എന്തോ നെയിൽ പോളിഷൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അന്നേരം അഭി പറയും, ഇനിയിപ്പോൾ വിവാഹ നിശ്ചയം നടക്കും, യാതൊരു തടസ്സവും ഇല്ലാതെ, ആ ഒരു സമാധാനമുണ്ട് എന്ന് പറയുമ്പം നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുക, നമിത ആ അനാമികയ്ക്ക് മെസ്സേജ് അയച്ചതാണല്ലോ, എന്നിട്ടും എന്താ അവൾ പ്രതികരിക്കാതെ, ഇനി ഒരു കാര്യവും ചെയ്യേലേ, പ്രതികരിക്കാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുക. അന്നേരം അഭി ചോദിക്കും, നീ എന്നെ ഈ ആലോചിക്കുന്നേ, അവന്തികയോടുള്ള നിൻ്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ, അവൾ നമ്മുടെ കൂടെയാണ് എന്ന് ഞാൻ പലതവണ പറഞ്ഞില്ലേ, നിനക്കെന്താ അതൊന്നും വിശ്വാസമില്ലേ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അവൾ നമ്മുടെ കൂടെയാണ് എന്നറിഞ്ഞപ്പോൾ ഈ വിവാഹം നടക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ അവളെ സ്നേഹിക്കാത്ത ഒരുത്തൻ്റെ കൂടെ വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ? അനിയാണെങ്കിൽ ആകെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ ഞാൻ കണ്ടു എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവരങ്ങ് സെറ്റായിക്കോളും, പിന്നെ അവൻ്റെ മനസ്സിൽ നിൻ്റെ അനിയത്തിയൊന്നും ഉണ്ടാകുകയില്ല, അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാണേ. അന്നേരവും നവിക്ക് ഭയങ്കര ടെൻഷനാട്ടോ, ഇനി വിവാഹ നിശ്ചയം നടക്കുമോ, മുടക്കാൻ വേണ്ടി അനാമിക ഒന്നും ചെയ്യേലേ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ആകെ വിഷമാകുന്നുണ്ട് നവിക്ക്. ഈ സമയം അത്രയും നന്ദു ഉറങ്ങാതെ കിടക്കുമായിരുന്നു, ആകെ ടെൻഷനിലാണ്. അന്നേരം അനി വിളിക്കും. അന്നേരം മനസ്സിൽ ഓർക്കുന്നുണ്ട്, എൻ്റെ വിഷമമൊന്നും അവനെ അറിയിക്കരുത് എന്ന്. എന്നിട്ട് ഫോൺ എടുത്ത് സംസാരിക്കുന്നു. അന്നേരം നീ ഉറങ്ങുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയും, ഞാൻ 10 മണിക്കേ കിടന്ന് ഉറങ്ങിയെന്ന്. എടി നാളെ എൻ്റെ വിവാഹ നിശ്ചയമായിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇനിയിപ്പം അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ ഈ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടണമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അനി പറയും. എന്നിട്ട് ചോദിക്കുക, എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന്. അന്നേരം നന്ദു പറയും, അത് നടക്കില്ല അനി, നീ എന്നെ വിഷമിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഇറങ്ങി വരികയില്ല എന്ന് പറയും. അന്നേരം അനി പറയുവാണ്, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് തോന്നുവാണ്, അതുപോലെ മരിക്കാൻ വരെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം നീ വിഷമിക്കാതെ, ഏതായാലും നാളെ നിൻ്റെ വിവാഹ നിശ്ചയം നടക്കും, നിൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അത് ഇഷ്ടമാണ്, അതുകൊണ്ട് നീ ആ ഒരു നിശ്ചയത്തിന് വേണ്ടി മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക, അതാ നല്ലത് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നന്ദു പെട്ടെന്ന് ഗുഡ് നൈറ്റും പറഞ്ഞ് ഫോൺ വയ്ക്കുവേ. അന്നേരം ആകെ സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട് എനിക്ക്. അതിന് വിഷമിച്ച് നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.